ഹലോ വ്യൂവേഴ്സ്, ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മാമ്പഴം വെച്ചിട്ട് സിമ്പിളായി തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. മാംഗോ കസ്റ്റർഡ് പുഡിങ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഴുത്ത മാമ്പഴമാണ്. അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇത് അരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ആ പുഡിങ്ങിന് ആ മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ എടുത്ത് കുറച്ച് പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കണം. ഏകദേശം 2 ഗ്ലാസ്, ഒരു 400 ml പാലുണ്ടാവും. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായി ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം തിക്കായി പോവും. നമ്മളെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായി ഞാൻ പുഡിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ആദ്യം നിങ്ങൾക്ക് കസ്റ്റേർഡിൻ്റെ ലെയർ, പിന്നെ നമുക്ക് മാംഗോൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ ഈ നോമ്പ് തുറ സമയത്തൊക്കെ നമുക്കൊരു ഡെസേർട്ടായിട്ട് കഴിക്കാം. താങ്ക് യു.